بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിനന്ദരായ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ യാസീൻ സൂറത്തിൻ്റെ വീഡിയോകൾ ചെയ്തിരുന്നു. 9 വീഡിയോകൾ ചെയ്തിരുന്നു യാസീൻ സൂറത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് യൂസുഫ് സൂറത്താണ്. യൂസുഫ് സൂറത്ത് ഖുർആനിൻ്റെ വഴിക്ക് നമ്പർ അനുസരിച്ച് 12ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറത്തിൽ 111 ആയത്തുകളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളാണ് ഈ സൂറത്തിൽ പ്രതിപാദ വിഷയം. മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രമൊന്നും അല്ലെങ്കിൽ അതിലേക്ക് സൂചനയോ ഈ സൂറത്തിലില്ലാതെ വെറും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മാത്രമാണ് ഇതിലുള്ളത്. യൂസുഫ് നബി അലൈഹിസ്സലാം വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ഈ ആയത്തുകൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് റസൂലിന് ഈ വിവരം ഖുർആനിലൂടെ വഹയിലൂടെ അറിയിക്കുമ്പോൾ റസൂല് അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഖുറൈശികളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട്, മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട്. അപ്പോൾ അതിന് അല്പം സമാധാനത്തിന് വേണ്ടി അല്ലാഹു തആല റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം. അതുപോലെ റസൂൽ വഴിക്ക് റസൂലിൻ്റെ ഉമ്മത്തുകൾക്കും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കെല്ലാം പ്രയോജനപ്പെടാൻ വേണ്ടി അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടല്ലോ, ഗുണപാഠങ്ങൾ. അതെല്ലാം ഇതിലുള്ള ഗുണപാഠങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ്റെ ഓരോ ആയത്തിലും നമുക്ക് വളരെയധികം ഗുണപാഠങ്ങളുണ്ട് പഠിക്കാനുള്ള. അതെല്ലാം അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരികയും ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു സന്ദേശമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഈ 111 ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൻ്റെ തുടക്കം അലിഫ് ലാം ദ എന്നാണ്. അലിഫ് ലാം ദ പോലെയുള്ള വാക്കുകളെ കൊണ്ടുള്ള, അക്ഷരങ്ങളെ കൊണ്ടുള്ള ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് യാസീൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാസീൻ എന്നുള്ളത് അത് മാത്രം ഒരായത്താണ്. അപ്പോൾ ഇത് ഇവിടെ അലിഫ് ലാം ദ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്നുള്ളത് ഒരായത്തിൻ്റെ ആദ്യത്തെ കഷ്ണമാണ്. അലിഫ് ലാം ദ എന്നുള്ളത് ഇത് സെപ്പറേറ്റ് ആയത്തല്ല. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളുടെ മീനിങ് ഒന്നും മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ അർത്ഥം പറയാൻ കഴിയില്ല, നമ്മൾ പറയുന്നുമില്ല. ബാക്കിയുള്ളതിന് നമ്മൾക്ക് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് 1ാമത്തെ ആയത്താണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു കമൻറ്റിൽ കണ്ടിരുന്നു, വാക്കുകൾ ആയത്തിൻ്റെ നമ്പർ എഴുതി കാണിക്കുകയാണെങ്കിൽ ഉപകാരപ്രദമായിരുന്നു എന്ന്. വളരെയധികം സ്വാഗതാർഹമാണ് ആ ആവശ്യം എന്ന് തോന്നുന്നെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് എഴുതി കാണിക്കാൻ. അതുകൊണ്ട് വഴിയെ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ആയത്തിൻ്റെ നമ്പറെല്ലാം പറയാം, എടുക്കുന്ന ആയത്തിൻ്റെ നമ്പർ പറയാം. എഴുതി കാണിക്കാനുള്ള
വേറെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. അലിഫ്ലാം റാ. അലിഫ്ലാം റാ എന്നുള്ളത് പറ്റി ഇപ്പം പറഞ്ഞു. തിൽക്ക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക്ക അത് എന്നാണ് അർത്ഥം. തിൽക്ക ഹാദ ഹാദിഹി ഉലായി ഹാഉലായി. തിൽക്ക താനിക്ക ഉലായിക്ക. ഇങ്ങനെ 6 വാക്കുകൾ. 6 അതിലും കൂടുതൽ വാക്കുണ്ട്. ഇതെല്ലാം ഇഷാറത്തിൻ്റെ ഇസ്മുകൾ എന്ന് അതിന് പറയാം. അത് ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. സ്ത്രീലിംഗം ആയി വരുമ്പോൾ തിൽക്ക എന്ന് ഉപയോഗിക്കും. അത് എന്നാണ് അർത്ഥം. പുല്ലിംഗത്തിന് ധാരിക്ക എന്ന് ഉപയോഗിക്കും. അപ്പോൾ തിൽക്ക എന്നുള്ളത് ഇവിടെ നബി ഓതുന്നത് എന്നാണ് ഇവിടെ അർത്ഥം. തിൽക്ക നബി ഓതുന്ന വാക്യങ്ങൾ, ആയത്തുകൾ. അത് ആയാത്തുൽ കിതാബി ഖുർആനിൻ്റെ ആയത്തുകളാണ്. തിൽക്ക അത് എന്ന് പറഞ്ഞാൽ നബി ഓതുന്ന ആയത്തുകൾ, പാരായണം ചെയ്യുന്ന ആയത്തുകൾ ആയാത്തുൽ കിതാബി ഖുർആനിൻ്റെ ആയത്തുകളാണ്. അൽ മുബീൻ ഏജാസിനെ വ്യക്തമാക്കുന്ന, ഖുർആൻ്റെ അമാനുഷികതയെ വ്യക്തമാക്കുന്ന ആയത്തുകൾ ഖുർആനിൻ്റെ ആയത്തുകളാണ്. രണ്ടാമത്തെ ആയത്ത് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. ഇന്നാ അൻസൽനാഹു തീർച്ചയായും നമ്മൾ, ഇന്നാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ, അൻസൽനാഹു അതിനെ നാം അവതരിപ്പിച്ചു. അതെന്ന് പറഞ്ഞാൽ ഖുർആനെ അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഈ ആയത്തുകളെ നമ്മൾ അവതരിപ്പിച്ചു. ഖുർആനൻ അറബിയൻ അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് നാം ഖുർആനെ അവതരിപ്പിച്ചു. ഖുർആനൻ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് അറബി ഭാഷയിലുള്ള ഗ്രന്ഥമായിട്ട് അവതരിപ്പിച്ചു. ലഅല്ലക്കും നിങ്ങളാവാൻ വേണ്ടി തഅഖിലൂന നിങ്ങൾ അത് മനസ്സിലാക്കുന്നവരാവാൻ വേണ്ടി. എന്താ മനസ്സിലാക്കുന്നത്? ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രന്ഥമാണ്, മനുഷ്യനിർമ്മിതമല്ല, ദൈവിക ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മൂന്നാമത്തെ ആയത്ത് നഹ്നു നഖുസ്സു അലൈക. അറബി ഭാഷയിൽ അവതരിപ്പിക്കുന്നത്, ഇത് അറബികളാണല്ലോ ഇതിനെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ പേരിൽ അറബി ഭാഷ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇതിനെ അവതരിപ്പിക്കേണ്ടത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ഭാഷകളിലും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കിതാബുകൾ വന്നിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നൊക്കെ. അവസാനത്തെ ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നത്. അതൊക്കെ വിവിധ ഭാഷകളിലാണ്. കാരണം അതിൻ്റെ വക്താക്കൾ, അത് അഭിമുഖീകരിക്കുന്നവർ വിവിധ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അതേ ഭാഷയിൽ ഇറങ്ങി. ഖുർആൻ ഇറങ്ങിയത് അറബികളാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അറബി ഭാഷയിൽ ഇറങ്ങി. അറബി ഭാഷ മനസ്സിലാക്കാൻ വളരെ അറബി ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് കാര്യങ്ങളും ഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അറബി ഭാഷയിലാണ് ഇതിൻ്റെ ഏജാസ്, അമാനുഷികത വ്യക്തമാവുക. ഭാഷയുടെ സാഹിത്യ സ്റ്റൈൽ അനുസരിച്ച് ഇതിന് ഇതുപോലെ ഒന്നും സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന അറബി ഭാഷയിലാണ്. അപ്പോൾ അറബി ഭാഷ അറിയുന്നവർക്ക് ഇതിൻ്റെ ഏജാസ്, അമാനുഷികത വളരെ വ്യക്തമാവും, മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ആയത്ത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആന വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. നഹ്നു നമ്മൾ, നഖുസ്സു നമ്മൾ വിവരിക്കും, ചരിത്ര വിവരണം നടത്തും, അലൈക നിനക്ക്, അഹ്സനൽ ഖസസി ഏറ്റവും നല്ല നിലയുള്ള ഒരു ചരിത്ര വിവരണമാണ് ഇവിടെ ഉണ്ടാവുക. ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ. ബിമാ ഔഹൈന നമ്മൾ ദിവ്യ സന്ദേശം നൽകിയത് നിമിത്തം, ഇലൈക നിന്നിലേക്ക്, നിനക്ക്, ഹാദൽ ഖുർആന് ഈ ഖുർആനിനെ ദിവ്യ സന്ദേശമായി നമ്മൾ നിനക്ക് ഇറക്കിയതുകൊണ്ട്, വഹി അറിയിച്ചതുകൊണ്ട് ഈ ചരിത്ര വിവരണം നല്ല നിലയിലുള്ള ചരിത്ര വിവരണമായിട്ട് നമ്മൾ നിനക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ് അതിൻ്റെ ആശയം. നഹ്നു നഖുസ്സു അലൈക നിനക്ക് നാം വിവരിച്ചു തരും, അഹ്സനൽ ഖസസി നല്ലൊരു ചരിത്ര വിവരണമായിട്ട്.
ബിമാ ഔഹൈന നമ്മൾ വഹി അറിയിച്ചത് കൊണ്ട് ഇലൈക്ക നിനക്ക് ആദൽ ഖുർആന് ഈ ഖുർആനിന് വൈൻ കുന്ത. അപ്പം ഈ ഖുർആനിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു തരുന്നുണ്ട് വഹി മുഖേന. അതിനെ വളരെ നല്ല നിലയിലുള്ള ഒരു ചരിത്ര വിവരണമായിട്ട് നമ്മൾ വിവരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. വൈൻ കുന്ത തീർച്ചയായും നീ ആയിരുന്നു, മിൻ കബലിഹി ഇതിൻ്റെ മുമ്പ്, ഇല്ല മിനൽ ഗാഫിലി ഇത് ശ്രദ്ധയിൽപ്പെടാത്ത ആളായിരുന്നു, അശ്രദ്ധയിൽപ്പെട്ട ആളായിരുന്നു. ഏത് ഈ ചരിത്രത്തെ സംബന്ധിച്ച് നിനക്ക് അറിയില്ലായിരുന്നു എന്ന് റസൂലിനോട് പറയാം. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്താ, റസൂല് എന്തെങ്കിലും വായിച്ചറിയാനുള്ള സൗകര്യം റസൂലിനില്ല. കാരണം റസൂല് എഴുത്തും വായനയും അറിയാത്ത ആളാണെന്നല്ലേ, ഉമ്മിയാണ്. അപ്പം അതിൻ്റെ പേരിൽ അത് അറിയാനുള്ള സൗകര്യമില്ല. പിന്നെ അറിഞ്ഞത് എന്താണോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ മുഖേന അറിഞ്ഞതാണ്. അപ്പോൾ വൈൻ കുന്ത ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് മുമ്പ് നമ്മൾ അർത്ഥം പഠിച്ചത്. ഇൻകാനത്തില്ല സ്നേഹത്തെ മാഹിതത്തെ അത് നമ്മൾ പഠിച്ചത് ഇല്ല എന്നായിരുന്നു. ഇവിടെ തീർച്ചയായും എന്നുള്ള അർത്ഥം. വൈൻ തീർച്ചയായും, കുന്ത നീ ആയിരുന്നു, ഇൻകുന്ത നീ ആയിരുന്നു, മിങ്കബിലിഹി ഇതിൻ്റെ മുമ്പ്, ഇല്ല മിനൽ ഗാഫിലീൻ ഈ ചരിത്ര സംബന്ധമായിട്ട് നിനക്ക് ബോധമുണ്ടായിരുന്നില്ല, നിനക്കത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നർത്ഥം. ഇത് കാല യൂസുഫ് ചരിത്രം ഇവിടെ മുതൽക്കാണ് ആരംഭിക്കുന്നത്. ഇത് കാല യൂസുഫ് ലഅബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബാ ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഇത് കാല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. യൂസുഫ് ചെറിയ കുട്ടിയാണ് കേട്ടോ, പ്രായം 12 വയസ്സേ ഉള്ളൂ ഈ സമയത്ത്. 12 അത്രയും ആയിട്ടില്ല എന്ന് തോന്നുന്നത്, 12 കുറവാകും. 12 വയസ്സ് ഒരു സംഭവം നടക്കുന്ന സമയത്താണ് 12 വയസ്സെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അല്പം കുറയാം, 11 കൂടുകയും ചെയ്യാം, കൃത്യമായിട്ട് അത് അറിയാൻ പറ്റില്ല. 12 വയസ്സ് എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം അവിടെ വെച്ച് നാം സംസാരിക്കും. ആ വിവരം ചരിത്രം പറയുന്ന സമയത്ത് ഇവിടെ ഈ സ്വപ്നം കാണുന്ന സമയത്ത് എത്ര വയസ്സാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. 12 താഴെയാവും. ഇത് കാല യൂസുഫ് അലൈഹിസ്സലാം പറയാണ് അബീഹി തൻ്റെ പിതാവിനോട്, യാ അബത്തി എൻ്റെ പിതാവേ, ഇന്നി റഅയ്തു തീർച്ചയായും ഞാൻ കാണാനിടയായിട്ടുണ്ട്, 11 കൗകബൻ 11 നക്ഷത്രങ്ങളെ, വശംസ സൂര്യനെയും വൽഖമറ ചന്ദ്രനെയും, റഅയ്തുഹും അവയെ ഞാൻ കണ്ടു, എനിക്ക് സാജിദീന സാഷ്ടാംഗം ചെയ്യുന്നതായിട്ട്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പാട് പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങുമ്പോൾ ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, സൂര്യചന്ദ്രൻ 11 നക്ഷത്രങ്ങൾ, ഇവരെല്ലാവരും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ഇങ്ങനൊരു സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ഒന്നും കൂടി ഇതിൻ്റെ മീനിങ് പറയാം. ഇത് കാല യൂസുഫ് ലഅബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഇത് കാല യൂസുഫ് പറഞ്ഞ സമയം ഇത് കാല യൂസുഫ്, കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യൂസുഫ് പറഞ്ഞു ഡി അബീഹി തൻ്റെ പിതാവിനോട്. അബീഹി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എന്നർത്ഥം. ലി അബീഹി പിതാവിനോട്. യാ അബത്തി, യാ അബി എന്ന് പറയുന്ന പോലെയാണ്. യാ അബി പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്ന് വിളിക്കുക. യാ അബത്തി എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം, എൻ്റെ പിതാവേ. അല്പം സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് അബത്തി എന്നുള്ളത്. മറ്റതും സ്നേഹം ഇല്ല എന്ന് പറയുന്നില്ല, സ്നേഹം ഉണ്ടാവുമല്ലോ. സ്നേഹമുണ്ടെന്ന് വാക്കിൽ വ്യക്തമല്ല എന്നാണ് യാബി എന്ന് പറയുമ്പോഴുള്ള അർത്ഥം. വാക്കിൽ സ്നേഹം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ യാബി എന്ന് തന്നെ പറയാം. യാബത്തി എന്നുള്ള അല്പം സ്നേഹം ജ്വനിപ്പിക്കുന്ന വാക്കാണെന്നർത്ഥം.
യാ ബത്തി എൻ്റെ പിതാവേ, ഇന്നി റായിത്തു അഹദാശറ കൗക്കബൻ, തീർച്ചയായും ഞാൻ റായിത്തു കണ്ടിരിക്കുന്നു, കാണാനിടയായി അഹദാശറ കൗക്കബൻ 11. അഹദാശറ എന്ന് പറഞ്ഞാൽ 11, കൗക്കബ് നക്ഷത്രം. അഹദ അശറ കൗക്കബൻ 11 നക്ഷത്രം. വശംസ സൂര്യനെയും കമറ ചന്ദ്രനെയും ഞാൻ കണ്ടു. ഉറക്കില്, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കിൽ കാണുന്നതാണ്. റായിത്തുഹും അവരെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവയെ ഞാൻ കണ്ടു. എനിക്ക് സാജിദീന സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് കണ്ടു. അപ്പോ ഇത് യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല, യാക്കൂബ് നബി പറഞ്ഞു, അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്നർത്ഥം. പൊന്നുമോൻ എന്ന് പറയാം, അല്ലെങ്കിൽ കൊച്ചുമോൻ എന്ന് പറയാം, അല്ലെങ്കിൽ കുഞ്ഞുമോൻ എന്ന് പറയാം. അങ്ങനെയാണ് ബിനി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ജനിപ്പിക്കുന്ന വാക്കാണ് യാ ബുനയ്യ. അതിൻ്റെ മലയാള അർത്ഥങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ 3 ഏത് പറഞ്ഞാലും ശരിയാണ്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ. പൊന്നുമോൻ എന്ന് പറയാം, കൊച്ചുമോൻ എന്ന് പറയാം, പിന്നെ കുഞ്ഞുമോൻ എന്ന് പറയാം. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ട് പേരുകളുണ്ടല്ലോ, അതല്ല കേട്ടോ. യാ ബുനയ്യ ലാ തഖ്സുസ്, നീ വിവരിച്ചു കൊടുക്കരുത്, റുവിയാക്ക നിന്റെ സ്വപ്നത്തെ സംബന്ധിച്ച്, അലാ ഇഖ്വതിക നിന്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. ഈ സ്വപ്നം കണ്ട വിവരം അവരോട് പറയരുത് എന്നർത്ഥം. എന്താ കാരണം? ഫയക്കീദുലക കൈതൻ, നിനക്കെതിരിൽ അവർ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചേക്കാം. അസൂയ കൊണ്ട്. അസൂയ മനുഷ്യന്മാർക്കുള്ള പ്രത്യേകതയാണ്. അത് ചിലർക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ യാക്കൂബ് നബിയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംശയമുണ്ട്. അവരെന്തെങ്കിലും തന്ത്രവും പ്രയോഗം, ഒക്കെ കുട്ടികളല്ലേ, മക്കളാണല്ലോ. അപ്പോൾ മക്കളായ നിലയിൽ അവർ എന്തെങ്കിലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചേക്കാം. അതുകൊണ്ട് നീ അവരോട് കാര്യം പറയരുത്. എന്താ കാരണം? ഈ സ്വപ്നം കണ്ടപ്പോൾ യാക്കൂബ് നബിക്ക് മനസ്സിലായി, ഇത് വേറെ മുഫസ്സിലുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇത് വഹിയായിരുന്നു എന്ന്. യൂസുഫ് നബി അലൈഹി സ്വലാമിനുള്ള വഹിയായിരുന്നു. വഹി ആർക്കുണ്ടാവുക? പ്രവാചകന്മാർക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ഔലിയാക്കന്മാർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇൽഹാമാണ്, തോന്നൽ, മനസ്സിൽ തോന്നുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള അറിവൊക്കെ കിട്ടല് ലദുന്യായ ഇൽമ. ലദുന്യായ ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നൽകുന്ന ഇൽമ. അപ്പോൾ ഏതായിരുന്നാലും ഇത് വഹിയായിരുന്നു എന്നുള്ള ഒരു നിലപാടാണ് യാക്കൂബ് നബിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നീ സഹോദരന്മാരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും തന്ത്രം നിനക്ക് എതിരിൽ പ്രയോഗിക്കും എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന ശൈത്താന പിശാചലിൽ ഇൻസാനി, മനുഷ്യനെ അതുവും മുബീൻ, വളരെ വ്യക്തമായ ഒരു പ്രത്യക്ഷമായ ശത്രുവാണ്. അതുകൊണ്ട് പിശാച് എപ്പോഴും മനുഷ്യന്റെ പിന്നാലെ തന്നെ ഉണ്ട്. മുമ്പിലും പിമ്പിലും പിന്നിലും ഇടത്തും വലത്തും എല്ലായിടത്തും ഉണ്ടാവും പിശാച്. അപ്പൊ ആ പിശാച് അതുവും മുബീനാണ്, മനുഷ്യന്റെ ശത്രുവാണ്, മനുഷ്യനെ പിഴപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം. ഇത് അള്ളാഹുമായിട്ട് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോന്നാളാ, ഞാൻ ഒന്നൊഴിയാതെ എല്ലാവരും പഴപ്പിക്കും നിന്റെ സൃഷ്ടികളെ. അപ്പോ ലൗവിയന്നഹും മജ്മഈൻ എന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള, ലൗവിയന്നഹും മജ്മഈൻ, എല്ലാവരും ഞാൻ പഴപ്പിക്കും ഒന്നൊഴിയാതെ എന്നവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവന്റെ ഷറിൽ പെടുന്ന ആളുകള് പ്രവാചകന്മാരൊന്നും പെടില്ല. പ്രവാചകന്മാർ അതിൽ നിന്നൊക്കെ വിസ്മത്തുള്ളവരാണ്, അള്ളാഹുവിൻ്റെ കാവലുണ്ട്, അവരൊന്നും പെടില്ല. പിന്നെ അവരുടെ അടുത്തേക്ക് പോലും വരില്ല. പിന്നെ നല്ല പ്രബലരായ ഔലിയാക്കന്മാരുടെ അടുത്തേക്കും പിശാചിന് ചെല്ലാൻ കഴിയില്ല. അത് ഇസ്മത്ത് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ രക്ഷ എപ്പോഴും ഉണ്ടാവും ഔലിയാക്കന്മാർക്ക്. പ്രവാചകന്മാർക്കോ അള്ളാഹു ഇസ്മത്ത് എന്ന് പറഞ്ഞിട്ട് അതൊരു നിർബന്ധമായ ഒരു സിഫത്തായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ് പിശാചിൻ്റെ ശത്രുതായിരിക്കുന്നത്.
അപ്പോൾ അപ്പോൾ ഈ 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 5നും അർത്ഥം ശരിക്കും പഠിക്കുക. നാളെ അടുത്ത വീഡിയോയിൽ 6ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.